ഭക്തവത്സലനായ ശ്രീ ഗുരുവായൂരപ്പന്റെ ആ ലീലകളെ വർണ്ണിക്കാനായിട്ട് കലിയുഗവരതനായ ബ്രഹ്മശാസ്താവ് നമ്മളെ സദാ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാരംഭിക്കാം. ഈ സുവർണക്ഷേത്രത്തില്, ഈ പുണ്യഭൂമിയിൽ ഭഗവാന്റെ കഥകൾ ആസ്വദിക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് ക്ഷേത്രം എന്നുള്ളത്. രണ്ടാമത്തേത്, നമ്മൾ ക്ഷേത്രവുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത്. നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ വരുന്നത്, അതാദ്യം ചിന്തിക്കണം. എന്താണ് ക്ഷേത്രം എന്ന് അറിഞ്ഞാലേ അതിന്റെ സാങ്കത്യം മനസ്സിലാവുള്ളൂ. എന്താണ് ക്ഷേത്രം? ക്ഷതാൽ ത്രായതേ, അല്ലെങ്കിൽ ക്ഷയാൽ ത്രായതേ. നമ്മുടെ ക്ഷതങ്ങളിൽ നിന്ന്, ക്ഷയങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ കരകയറ്റുന്നത് എന്തോ അതാണ് ക്ഷേത്രം. നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല. അത് 3 തരത്തിലുണ്ട് എന്നാണ് ആചാര്യന്മാര് പറയും. നാളെ കാണാം നമുക്ക്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇങ്ങനെ 3 തരത്തിലാണ്. ഇങ്ങനെ അനേക തരത്തിലുള്ള ക്ഷതങ്ങളിൽ നിന്ന്, ക്ഷയങ്ങളിൽ നിന്ന് നമ്മെ ത്രാണനം ചെയ്യുന്ന, രക്ഷിക്കുന്ന കേന്ദ്രം. നമ്മുടെ നാട്ടുകാരോടോ, വീട്ടുകാരോടോ, കൂട്ടുകാരോടോ, സ്വന്തം പങ്കാളിയോടോ പോലും പറയാൻ പറ്റാത്തതായ ദുഃഖങ്ങൾ ഉണ്ടാവും നമുക്ക്. ആ ദുഃഖങ്ങളെ ഇറക്കി വെച്ച് നമുക്ക് മനസ്സമാധാനം അത് തരാൻ സാധിക്കുന്ന കേന്ദ്രം, അതാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കണോ ഒരു ചൈതന്യം, അതിനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയും. കലിയുഗവരതനായ കർമ്മശാസ്താവ് ഇവിടെ ക്ഷേത്രജ്ഞൻ. ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ ഒരു ക്ഷേത്രമായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ അതിൽ നിറഞ്ഞു നിൽക്കുന്ന വാസുദേവൻ എന്ന ചൈതന്യം. എന്താണ് വാസുദേവൻ എന്ന പദത്തിന്റെ അർത്ഥം? വസുദേവന്റെ പുത്രൻ എന്നല്ല. വസനാൽ സർവഭൂതാന, സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്, എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നത് കൊണ്ടാണ് വാസുദേവൻ എന്ന പേര്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണു. വ്യാപനത്വാൽ വിഷ്ണു, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു എന്ന് പറയും. അത് സമഷ്ടിയായിട്ട് പറയുമ്പോ, വ്യഷ്ടിയായിട്ട് പറയുമ്പോഴോ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം. അതിനകത്ത് ചൈതന്യമായിട്ട് നിലനിൽക്കുന്നത് എന്തോ അത് ക്ഷേത്രജ്ഞൻ. അപ്പൊ സിദ്ധാർത്ഥൂര് സുവർണക്ഷേത്രം എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിനകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സകല ക്ഷതങ്ങളിൽ നിന്ന്, സകല ക്ഷയങ്ങളിൽ നിന്ന് നമ്മളെ ത്രാണനം ചെയ്യുന്നു ആ ചൈതന്യം. ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് ഈ ശരീരത്തിനെ ത്രാണനം ചെയ്യുന്നത്. സകല ദിക്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ എന്ന ചൈതന്യമാണ് ഈ ബ്രഹ്മാണ്ഡത്തിനെ നിലനിർത്തുന്നത്. അപ്പൊ ക്ഷതങ്ങളിൽ നിന്ന്, ക്ഷയങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതെന്തോ അത് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ക്ഷേത്രജ്ഞനെ നമ്മൾ വേണ്ട രീതിയിൽ ഉപാസിക്കുമ്പോഴാണ്, പൂജിക്കുമ്പോഴാണ്, അനുഭവിക്കുമ്പോഴാണ്, ആസ്വദിക്കുമ്പോഴാണ് ക്ഷേത്രം പുരോഗമിക്കുക. ഒരു ക്ഷേത്രം പുരോഗമിച്ചാലാണ് ക്ഷേത്ര സംബന്ധികളായ നമ്മൾക്ക് പുരോഗതി ഉണ്ടാവുക. ക്ഷേത്രജ്ഞൻ എന്നും പുരോഗതി ഉള്ളവനാണ്. ഭഗവാന് മാറ്റമൊന്നുമില്ല. ആ ഭഗവാന് എന്നും നിത്യചൈതന്യമാണ്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. മാഹാത്മ്യത്തിലെ ആദ്യത്തെ ശ്ലോകം.
സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. അത് അയ്യപ്പസ്വാമി എന്ന് വിളിച്ചാലും ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചാലും ചോറ്റാനിക്കരപ്പൻ എന്ന് വിളിച്ചാലും ഏറ്റുമാനൂരപ്പൻ എന്ന് വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെ. പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. അത് സത്തും ചിത്തും ആനന്ദവും കലർന്ന രൂപം. എന്താ സച്ചിദാനന്ദ രൂപം എന്ന് പറഞ്ഞാൽ? സത്ത്, ചിത്ത്, ആനന്ദം. സത് എന്ന് പറഞ്ഞാൽ സത്യമായതെന്തോ അത് സത്യം. ഇനി നാളെ നമുക്ക് കാണാം സത്യം വരം ധീമഹി എന്ന്. അപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? നശിക്കാത്തതെന്നർത്ഥം. എപ്പോഴും ഉള്ളത്, ഉണ്ടായതല്ല ഉള്ളത്. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും നിലനിൽപ്പുള്ളതെന്തോ നശിക്കാത്തതെന്തോ അത് സത്യം. ഇനി സത് കഴിഞ്ഞു ചിത്. എന്താ ചിൽ സ്വരൂപം എന്ന് പറഞ്ഞാൽ? അത് ജ്ഞാനസ്വരൂപമാണ്, ബോധസ്വരൂപമാണ്, അറിവാകുന്ന സ്വരൂപമാണ്, സാക്ഷിസ്വരൂപമാണ്. നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സകല കർമ്മങ്ങളെയും അറിയുന്ന അറിവ്, എല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്ന ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപം. അതാണ് സത് എന്ന് പറഞ്ഞാൽ. ഇനി ആനന്ദം. എന്താണ് ആനന്ദസ്വരൂപം? ദ്വൈതങ്ങളില്ലാത്തതെന്തോ അതാണ് ആനന്ദം. സുഖമെന്നോ ദുഃഖമെന്നോ വൃദ്ധിയെന്നോ ക്ഷയമെന്നോ ശത്രുവെന്നോ മിത്രമെന്നോ സന്തോഷമെന്നോ സന്താപമെന്നോ അഭിമാനമെന്നോ അപമാനമെന്നോ കീർത്തിയെന്നോ അപകീർത്തിയെന്നോ ഈ ദ്വൈതങ്ങളൊന്നും ഇല്ലാതെ സദാ ശുദ്ധമായിട്ട് പ്രകാശിക്കുന്നതെന്തോ അതാണ് ആനന്ദം. സുഖമോ ദുഃഖമോ രണ്ടുമില്ലാത്ത അവസ്ഥ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നമുക്കറിയുള്ളൂ. ഒന്നെങ്കിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം. ഇത് രണ്ടുമല്ലാത്ത അവസ്ഥയ്ക്കാണ് ആനന്ദം എന്ന് പറയുക. ഇങ്ങനെ സത്തും ചിത്തും ആനന്ദസ്വരൂപമായിരിക്കുന്നതെന്തോ അതാണ് ക്ഷേത്രജ്ഞൻ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ. ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന ശക്തി എന്തോ അതാണ് ഭഗവാൻ. അതാണ് ക്ഷേത്രജ്ഞൻ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ. യാതൊരുത്തന്റെ സ്മരണം കൊണ്ടാണോ, യാതൊരുത്തന്റെ പൂജനം കൊണ്ടാണോ, യാതൊരുത്തന്റെ വന്ദനം കൊണ്ടാണോ, യാതൊരുത്തന്റെ കീർത്തനം കൊണ്ടാണോ നമ്മുടെ 3 തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതാവുന്നത്? അവൻ ക്ഷേത്രജ്ഞൻ. അപ്പൊ ഇതാണ് ക്ഷേത്രജ്ഞൻ അഥവാ ഭഗവാൻ എന്ന് പറയുന്ന ചൈതന്യത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിലുള്ള വാക്യങ്ങളെന്ന് പറയാം. വാസ്തവത്തില് ആ ഈശ്വര ചൈതന്യത്തിനെ, ക്ഷേത്രജ്ഞനെ, ഭഗവാനെ, വാസുദേവനെ, നാരായണനെ വർണ്ണിക്കാൻ പറ്റില്ല. ഭഗവാന്റെ മാഹാത്മ്യത്തിനെ വർണ്ണിക്കാൻ പോകുന്നത്, അതിന് ശ്രമിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് 6ാമത്തെ ദിവസം നമുക്ക് കാണാം. ദ്രുവിളൻ എന്ന യോഗീശ്വരൻ പറയും നിമി രാജാവിനോട്, യോവാനന്ദസ്യ ഗുണാനന്ദാൻ അനുക്രമിഷ്യൻ സതുകാലബുദ്ധി. അത് വിഡ്ഢിത്താണ്, നടക്കില്ല, പറ്റില്ല. കാരണം വാക്കുകൾക്കും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്താണ്. യഥോ വാചോ നിവൃത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നൊക്കെ ഉപനിഷത്ത് പറയും. മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും പിടികിട്ടാത്ത ചൈതന്യമാണ് ക്ഷേത്രജ്ഞൻ, ഈശ്വരൻ. അപ്പോൾ അങ്ങനെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും പിടികിട്ടാത്ത ചൈതന്യത്തിനെ, 14 ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിനെ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, ആസ്വദിക്കാവുന്ന രൂപത്തിൽ, അനുഭവിക്കാവുന്ന രൂപത്തിൽ, അറിയാവുന്ന രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു.
അതാണ് ക്ഷേത്രം. 14 ലോകങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മുടെ ചെറിയ ബ്രെയിനാണ്, ചെറിയ തലച്ചോറാണ്. 14 ലോകം നിറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തർക്കമുദ്രമായിട്ടിരിക്കുന്ന അയ്യപ്പസ്വാമിയാണ് ക്ഷേത്രജ്ഞൻ. തർക്കമുദ്രയുമായിട്ടിരിക്കുന്ന ഏറ്റുമാനൂരപ്പനാണ്, ദക്ഷിണാമൂർത്തിയാണ് ക്ഷേത്രജ്ഞൻ. ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി നിൽക്കുന്ന ഗുരുവായൂരപ്പനാണ് ക്ഷേത്രജ്ഞൻ. വാളും ചിലമ്പുമായിട്ടിരിക്കുന്ന കൊടുങ്ങല്ലൂരമ്മയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു രൂപം കൽപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ക്ഷേത്രത്തിൽ വരുമ്പോ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് എന്താ? 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന 14 ലോകങ്ങൾ എന്ന ബ്രഹ്മാണ്ഡം എന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അതേ ഭഗവാന്റെ രൂപം, അതേ ഭഗവാന്റെ മിനിയേച്ചർ, സംക്ഷിപ്ത രൂപം, അതാണ് ശ്രീകോവിലില് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രജ്ഞനെ ദർശിക്കാനായിട്ട് ക്ഷേത്രത്തിൽ വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിനാ ക്ഷേത്രത്തിൽ വരുന്നത്? ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യാൻ. നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ആദ്യം ക്ഷേത്രം നേരെയാവണം. ഒരു ക്ഷേത്രം എങ്ങനെയാണ് അഭിവൃദ്ധി പ്രാപിക്കുക? 5 കാര്യങ്ങളോട് കൂടിയിട്ടാണ്. 5 കാര്യങ്ങൾ. ആചാര്യ തപസ, ആമ്നാജപേന, നിയമേന, ഉത്സവേന, അന്നദാനേന, ക്ഷേത്രവൃദ്ധിശ്ച പഞ്ചമ. ഈ 5 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിക്കുക. ഒന്നാമത്തേത് ആചാര്യ തപസ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിച്ച് കാണിക്കുന്നവൻ ആചാര്യൻ. ആചരതി ഇനി ആചാര്യ. ഓരോ കർമ്മങ്ങളും ഇന്ന വിധത്തിൽ വേണമെന്ന് ആചരിച്ച് കാണിക്കുന്നവൻ ആരോ അവനാണ് ആചാര്യൻ. അനേകം ആചാര്യന്മാരുണ്ട് ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം. ക്ഷേത്രത്തിന്റെ ആ വിഗ്രഹം എന്ന ക്ഷേത്രത്തിന്റെ ആ സംവിധാനത്തില് ജീവോദ്വാസനം നടത്തുന്ന തന്ത്രി മുതൽ മാലിന്യങ്ങൾ അടിച്ചു വാരുന്ന പാർട്ട് ടൈം സ്വീപ്പർ വരെ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ജീവോദ്വാസനം തന്ത്രി നടത്തുന്നു, മേൽശാന്തി പൂജ ചെയ്യണം, മറ്റ് ഉപാസകന്മാര് അവരവരുടെ കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആചരിക്കുന്നവരെയാണ് ആചാര്യൻ എന്ന് പറയുക. അങ്ങനെ ആചാര്യ തപസ, ആ ക്ഷേത്രത്തിനകത്തെ മേൽശാന്തി എന്നോ മന്ത്രി എന്നോ മറ്റു പൂജകന്മാരോ എന്ന് പറയുന്ന ആ ആചാര്യന്മാരുടെ തപസ്. തപസ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലിലെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥയല്ല. മനസ്സേന്ദ്രിയാണാംശ ഏകാഗ്രം തപ ഉച്യതേ. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണ് തപസ്. ഒരു ക്ഷേത്രത്തില് ആ വിഗ്രഹത്തിനെ പൂജിക്കുന്ന പൂജകൻ, ക്ഷേത്രത്തിലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തകൻ ചെയ്യുന്നതെല്ലാം ഈശ്വരോപാസനയാണ്. ഭഗവതർപ്പണമായിട്ടാണ് എല്ലാം ചെയ്യുക. കായേന വാച മനസേന്ദ്രിയർവ. എന്ത് ചെയ്യണോ അതെല്ലാം ഈശ്വര പൂജയാണ്. സ്വധർമ്മം ആരാധനം അച്യുതസ്യ. വർക്ക് ഈസ് വർഷിപ്പ്, ഡ്യൂട്ടി ഈസ് ഡ്യൂഷൻ, പ്രവൃത്തിയാണ് പ്രാർത്ഥന. അപ്പൊ ഈ ക്ഷേത്രത്തിനകത്ത് വന്നിട്ട് ഈശ്വരാർപ്പണമായിട്ട് എന്ത് ചെയ്താലും അത് ഈശ്വര പൂജയാണ്. ഒരു ചൂലെടുത്തിട്ട് മാലിന്യങ്ങൾ അടിച്ചു വാരുന്നതും ഈശ്വര പൂജയാണ്. അപ്പോൾ ഭഗവതർപ്പണമായിട്ട് എന്ത് ചെയ്താലും അതിനെയാണ് തപസ് എന്ന് പറയുക, ഉപാസന എന്ന് പറയുക. ഏത് കാര്യവും 6 ഇന്ദ്രിയങ്ങളും ഭഗവതർപ്പണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ
സ്വധർമ്മം ആരാധനം അച്യുതസ്യ, അത് ഭഗവത് അർപ്പണമായിട്ട് തീരുമ്പോ തപസ്സായിട്ട് മാറുന്നു. ആചാര്യ തപസ്സ, ആ ഒരു കർമ്മം കൊണ്ട് ക്ഷേത്രത്തിന്റെ ഐശ്വര്യം ഉണ്ടാകുന്നു. ആത്മാജപേന, വേദജപം കൊണ്ട്, പുരാണങ്ങളുടെ കീർത്തനങ്ങൾ കൊണ്ട്, നാമജപം കൊണ്ട്. ഈ ക്ഷേത്രത്തിനകത്ത് എത്രയോ പേര് പലതരത്തിലുള്ള നാമജപം നടത്തുന്നു. ശരണമയ്യപ്പ സ്വാമി എന്ന് നമ്മൾ കീർത്തനം ജപിക്കണു, അവിടെ ലളിതാ സഹസ്രനാമം ജപിക്കണു, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിക്കണു, വിഷ്ണുസഹസ്രനാമം ജപിക്കണു, പലതരത്തിലുള്ള വേദമന്ത്രങ്ങളെ പൂജകന്മാര് ജപിക്കണു. ഇങ്ങനെ ഓരോ തരത്തിലുള്ള നാമജപം കൊണ്ട് ആ ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിക്കുകയാണ്. എന്താണ് ജപം എന്ന് പറഞ്ഞാൽ? ജകാരോ ജന്മവിച്ഛേദി. ജ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഈയൊരു ജന്മം കൊണ്ട് ഇനിയൊരു ജന്മമില്ലാതെ നമുക്ക് മോക്ഷം നേടാൻ സാധിക്കണം. പകാരോ പാപനാശിനി. ആ നാമം ജപിക്കുമ്പോ നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതായിത്തീരും. ഇപ്പൊ കർക്കടക മാസമല്ലേ, ആടിമാസമാണ്, രാമനാമം ജപിക്കണു. ഓരോ തവണയും രാമനാമം ജപിക്കുമ്പോ രാ 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 എന്നുച്ചരിക്കുമ്പോ രാഗാരച്ചാര മാത്രേണ മുഖാൽ ദിവ്യാന്തി പാപണ. ഓരോ തവണയും രാ എന്നുച്ചരിക്കുമ്പോൾ വായ തുറക്കും. നമ്മുടെ ഉള്ളിലുള്ള പാതകങ്ങൾ, മാലിന്യങ്ങൾ, പാപങ്ങൾ പുറത്തേക്ക് പോകും. പക്ഷെ ഈ പാപങ്ങൾക്ക് വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു പ്രവണതയുണ്ട്. പുനഃപ്രവേശഭീതിയവ, വീണ്ടും അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. മകാരസ്തു കവാടവൽ. മാ എന്ന് ഉച്ചരിക്കുമ്പോ നമ്മുടെ ചുണ്ട് രണ്ടും കൂടും. രണ്ട് ചുണ്ട് കൂടാതെ മാ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ രണ്ട് ചുണ്ട് കൂടുമ്പോ ആ പാപങ്ങളൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. അപ്പോൾ ഓരോ തവണയും രാമ 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 എന്ന് ജപിക്കുമ്പോ തുടർച്ചയായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പാപങ്ങൾ പുറത്തേക്ക് പോകും, വൺ വേ ട്രാഫിക് ആയിട്ട്. അങ്ങനെ മനസ്സ് ശുദ്ധമായി തീരുന്നു. അതാണ് ജപത്തിന്റെ പ്രത്യേകത. തസ്മാ ജപ ഇതി പ്രോക്തോ ജന്മ പാപ വിനാശിനി. നാമം ജപിക്കുമ്പോ നമ്മുടെ പാപങ്ങളില്ലാതായി തീരുന്നു. ഇതോടുകൂടി നമ്മൾ ജന്മം അവസാനിപ്പിച്ച് ഭഗവാനിലേക്ക് ലയിക്കുന്നു. അതാണ് ആത്മനാജപേന. ഒരു ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക്, ക്ഷേത്രത്തിന്റെ വൃദ്ധിക്ക് വേണ്ടത് ആത്മനാജപേന, വേദമന്ത്രങ്ങൾ, ഭഗവന്റെ നാമങ്ങൾ നിരന്തരം ജപിക്കുക. നിരന്തരം വേദമന്ത്രങ്ങളും പുരാണങ്ങളും നാമജപങ്ങളും മുഴങ്ങുന്ന ക്ഷേത്രാങ്കണത്തിൽ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാവും. ഭഗവത് ചൈതന്യം നിറഞ്ഞു നിൽക്കും. അപ്പൊ ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിക്കും. നിയമേനച്ച, മൂന്നാമത്തേത് നിയമങ്ങളാണ്. പ്രഭാതത്തിൽ നട തുറന്ന് നിർമാല്യ ദർശനം തൊട്ട് അത്താഴശിവയിൽ കഴിഞ്ഞ് നട അടയ്ക്കുന്നത് വരെയുള്ള ഓരോരോ കർമ്മങ്ങളും, പ്രസന്ന പൂജയെന്നോ വിതൃത പൂജയെന്നോ ഉച്ചപൂജയെന്നോ ദീപാരാധനയെന്നോ അനേകം അനേകം നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളും ക്ഷേത്രത്തിന്റെ വൃദ്ധിയെ വർദ്ധിപ്പിക്കുന്നു. ആചാര്യ തപസ ആമ്നാജപേന നിയമേനജ. നാലാമത്തേത് ഉത്സവേന. ഉത്സവം എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള, ഉയർച്ചയിലേക്കുള്ള, ഐശ്വര്യത്തിലേക്കുള്ള ഗമനം എന്നർത്ഥം. ഒരു ക്ഷേത്രത്തില് ഉത്സവം നടക്കുമ്പോ ഏറ്റവും വലിയ സത്സംഗമാണ് ഉത്സവം എന്ന് പറയാം. അനേക തരത്തിലുള്ള ജനങ്ങൾ വന്നെത്തി അനേക തരത്തില് ഭഗവാനെ ഉപാസിക്കണം. സംഗീത കച്ചേരി കൊണ്ട്, നൃത്തം കൊണ്ട്, നാമജപം കൊണ്ട്, ആനയെഴുന്നള്ളിപ്പ് കണ്ടുകൊണ്ട്, നമസ്കരിച്ചുകൊണ്ട്. ഉത്സവം വരുമ്പോ അനേക ജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട്, പാർട്ടിസിപ്പേഷൻ കൊണ്ട് ക്ഷേത്രത്തില് ഐശ്വര്യം വർദ്ധിക്കണോ. അഞ്ചാമത്തേത് അന്നദാനേന. നഹി നഹി ബഹുദാനം അന്നദാന സമാനം. മൂന്നാമത്തെ ദിവസം നമുക്ക് കാണാം, വർണ്ണാശ്രമ ധർമ്മങ്ങൾ പറയുമ്പോ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അന്നദാനമാണ്. കാരണം മനുഷ്യനെ മതിയാക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം അന്നദാനമാണ്. അന്നദാനം കൊണ്ടും
ക്ഷേത്രത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഉത്സവകാലത്തും ഇതേപോലത്തെ സത്സംഗങ്ങൾ നടക്കുമ്പോഴും മനുഷ്യർക്ക് അന്നദാനം കൊടുക്കുന്നത്. മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനം അന്നദാനം. ഇങ്ങനെ ആചാര്യ തപസ ആമ്നാജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിശ്ച പഞ്ചമ. അതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്ഷേത്രം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ലാഭം എന്താണ്? ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി എങ്ങനെ ഉണ്ടാവും? ഇതാണ് ഒരു ക്ഷേത്രത്തിലേക്ക് ആദ്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കാതെ ക്ഷേത്രത്തിൽ വന്നിട്ട് കാര്യമില്ല. എന്തിനാണ് ക്ഷേത്രം? ആരാണ് ക്ഷേത്രജ്ഞൻ? ആ ക്ഷേത്രജ്ഞന് നമ്മളുമായിട്ട് എന്താ ബന്ധം? ഇതൊക്കെ നമ്മൾ അറിയണം. അപ്പൊ ഈ തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിക്കുമ്പോഴാണ് ക്ഷേത്രജ്ഞരായ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ക്ഷേത്ര സംബന്ധികളായ നമ്മൾക്ക് ഐശ്വര്യം ഉണ്ടാവുക. അങ്ങനെ മനുഷ്യരായിട്ട് തീർന്ന നമ്മൾ ഈ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള താപത്രയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ ശരീരമാണ് മനുഷ്യ ശരീരം എന്ന് പറയാം. ഈ മനുഷ്യ ശരീരം വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാണ്. 84 ലക്ഷം ജീവിവർഗങ്ങളുണ്ടെന്നാ പറയാം. 84 ലക്ഷം സ്പീഷീസ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യജന്മമാണ്. ഈ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു രഥമാണ് എന്നാണ് ആചാര്യന്മാര് പറയാം. ഭാഗവതത്തില് സപ്തമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തില് 41-ാമത്തെ ശ്ലോകം, ആഹുശരീരം രഥം. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു രഥമായിട്ട് സങ്കല്പിക്കൂ. ഇന്ദ്രിയാണ് ഹയാൻ. അതിലെ 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക്, 5 ഇന്ദ്രിയങ്ങള് 5 കുതിരകളാണ് എന്ന് സങ്കല്പിക്കുക. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കണം. ആ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണേതാണ്? ഇഷു മനഃ ഇന്ദ്രിയേഷു. 6ാമത്തെ ഇന്ദ്രിയമായ മനസ്സാണ് കടിഞ്ഞാണ്. ഈ ശരീരമാകുന്ന രഥത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണ് കൊണ്ട് നിയന്ത്രിക്കണം. ആര് നിയന്ത്രിക്കണം? സാരഥി നിയന്ത്രിക്കണം. ആരാണ് സാരഥി? ധിഷണാംശ സൂതം. നമ്മുടെ ബുദ്ധിയാണ് സാരഥി. എന്താണ് വഴികൾ? നാഷണൽ ഹൈവേസ് എന്ന് പറയുന്ന ഈ കുതിരകൾക്ക് സഞ്ചരിക്കാവുന്ന പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ സഞ്ചരിക്കുന്ന മാർഗങ്ങൾ ഏതാണ്? വർമാണി മാത്ര, വിഷയങ്ങളാണ്. ഈ പ്രാപഞ്ചിക വിഷയങ്ങളാണ് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ സഞ്ചരിക്കുന്ന മാർഗങ്ങൾ. സംസ്കൃതത്തില് ഭാഗവതത്തില് വിഷയം 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 എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചു വലിക്കുന്ന പ്രലോഭനങ്ങളെയാണ് വിഷയങ്ങൾ എന്ന് പറയുക. മനുഷ്യനെ പിടിച്ചു വലിക്കുന്ന പ്രലോഭനങ്ങൾ എന്താ? നമ്പർ 1 സമ്പത്ത് അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ടത് പണം, പ്രശസ്തി, ഗൃഹം, വസ്ത്രം, ആഭരണം, ഭാര്യ, മക്കള്, പുരയിടം, എത്ര 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 സാധനങ്ങളാണ്. ഈ സാധനങ്ങളെയാണ് വിഷയങ്ങൾ എന്ന് പറയുക. ഈ വിഷയങ്ങളാകുന്ന റോഡുകളിൽ കൂടെയാണ് ഇന്ദ്രിയങ്ങൾ സഞ്ചരിക്കുക. കണ്ണ് എന്ന ഇന്ദ്രിയം സമ്പത്തിനെ കണ്ടാൽ അവിടെ നോക്കിയിരിക്കും. ചെവി എന്ന ഇന്ദ്രിയം, നാവ് എന്ന ഇന്ദ്രിയം, സകല ഇന്ദ്രിയങ്ങളും ഈ വിഷയങ്ങളാകുന്ന വഴികളിൽ കൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പൊ എന്താ വേണ്ടത്? ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ബുദ്ധിയാകുന്ന തേരാളി, സാരഥി വേണ്ട രീതിയിൽ നയിക്കണം. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണ് കൊണ്ട്
ബുദ്ധിയാകുന്ന സാരഥി നേരെ നയിക്കണം. നമുക്ക് ആവശ്യമുള്ള റോഡിൽ കൂടെ പോകണം. ആവശ്യമുള്ള റോഡിൽ കൂടെ പോയാലേ നമ്മൾ ലക്ഷ്യത്തിലെത്തുള്ളൂ. ആ രഥത്തില് ഒരു ആളിരിക്കുന്നുണ്ട്. ആരാ ഇരിക്കുന്ന ആള്? ആ ജീവാത്മാവ്, ചൈതന്യം. ആരാണ് സാരഥി? ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ കുരുക്ഷേത്ര ഭൂമിയിൽ നയിച്ചു എന്നൊരു കഥ കണ്ടിട്ടില്ലേ? പാർത്ഥസാരഥി. ആരാണ് പാർത്ഥൻ? ആരാണ് നരൻ? നമ്മൾ ഓരോരുത്തരും. ആരാണ് നമ്മളെ നയിക്കുന്ന സാരഥി? സാക്ഷാൽ ഭഗവാൻ. അപ്പൊ ആ സാരഥിയുടെ നിയന്ത്രണം വേണ്ട രീതിയിൽ ആവണം. അതിലിരിക്കുന്ന ആ ചൈതന്യത്തിന്റെ കയ്യിലിരിക്കുന്നത് അസ്ത്രമാണ് ജീവാത്മാവ്. ആ രഥത്തിൽ സഞ്ചരിക്കുന്നവന്റെ അസ്ത്രമാണ് ജീവാത്മാവ്. അപ്പൊ ജീവാത്മാവ് ഒരു അസ്ത്രമാണെങ്കിൽ അത് എവിടെ ചെന്ന് തറയ്ക്കണം? പരമാത്മാവിൽ ചെന്ന് തറയ്ക്കണം. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇതാണ്. ശരം തു ജീവം പരമേവ ലക്ഷ്യം. ശരം തു ജീവം പരമേവ ലക്ഷ്യം. ശരം തു ജീവം പരമേവ ലക്ഷ്യം. ജീവാത്മാവായ അസ്ത്രമായ നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം പരമാത്മാവായിരിക്കണം. ഒരേ ഒരു ലക്ഷ്യം. ശബരിമാമല എന്ന ഭക്തിഗാനം പോലെ നമുക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, പരമാത്മാവിൽ ചെന്ന് ലയിക്കുക. നദികൾ ഒഴുകണു, എല്ലാ നദികളും ഒഴുകണു. എങ്ങോട്ടാ ഒഴുകണത്? സമുദ്രത്തിലേക്കാണ് ഒഴുകണത്. അനേക നദികൾ അനേക വഴികളിൽ കൂടെ ഒഴുകി സമുദ്രത്തിൽ ചെന്ന് വിലയം പ്രാപിച്ച് ഒന്നായി തീരുന്നത് പോലെ നമ്മൾ ഓരോ ജീവാത്മാവും പരമാത്മാവിൽ ചെന്ന് തറയ്ക്കണം. നമ്മളാകുന്ന അസ്ത്രം പരമാത്മാവിൽ ചെന്ന് തറയ്ക്കണം. ശരം തു ജീവം പരമേവ ലക്ഷ്യം. ഇനി അടുത്ത ആഴ്ച 8ാമത്തെ ദിവസം, ഇന്നു മുതൽ 8ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഈ ഭാഗവത സപ്താഹം സമർപ്പിക്കുന്നത് വരെ ഈ മന്ത്രം ഓർത്തിരിക്കുക. ശരം തു ജീവം പരമേവ ലക്ഷ്യം. ശരം തു ജീവം പരമേവ ലക്ഷ്യം. ശരം തു ജീവം പരമേവ ലക്ഷ്യം. ഭാഗവതത്തിലെ എല്ലാ കഥകളും ഈ ഒരൊറ്റ വാക്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പുരഞ്ജനോപാഖ്യാനമായിക്കോട്ടെ, കുന്തിസ്തുതി ആയിക്കോട്ടെ, മഹാബലിചരിതമായിക്കോട്ടെ, വാമനാവതാരായിക്കോട്ടെ, പ്രഹ്ലാദചരിതമായിക്കോട്ടെ, ഭാഗവതത്തിലെ സകല കഥകളും, എന്തെല്ലാം കഥകൾ ഈ 7 ദിവസം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുവോ ആസ്വദിക്കുന്നുവോ അത് മുഴുവൻ ഈ ഒരൊറ്റ വാക്യം. ശരം തു ജീവം പരമേവ ലക്ഷ്യം. നമ്മളാകുന്ന ജീവാത്മാവ് പരമാത്മാവിൽ ചെന്ന് നിറക്കണം. ചെറിയൊരു ഉദാഹരണം പറയാം. പൂതനാമോക്ഷം. ഭഗവാൻ ഗുരുവായൂരപ്പൻ പൂതനയെ വധിച്ചു മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു. ആരാ പൂതന? നമ്മൾ ഓരോരുത്തരും. ഭഗവാനെ ഉപാസിക്കുന്ന ഓരോ ജീവാത്മാവും പൂതന. ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ പൂതനയെ സ്വാംശീകരിച്ചു. നദി ചെന്ന് സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ, അസ്ത്രം ചെന്ന് ലക്ഷ്യത്തിൽ തറയ്ക്കുന്നത് പോലെ, പൂതന ഭഗവാനെ ലയിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ഭഗവാനിൽ ചെന്നങ്ങോട്ട് ലയിക്കണം. ഇതാണ് ഭാഗവതം പറഞ്ഞു തരേണ്ടത്. 335 അധ്യായങ്ങളിലായിട്ട് 18,000 ഗ്രന്ഥങ്ങളിലായിട്ട് 12 സ്കന്ധങ്ങളിലായിട്ട് പറയുന്ന ഈ ഒറ്റ വാക്യാണ്. നമ്മൾ ഓരോരുത്തരും പഞ്ചേന്ദ്രിയങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഭഗവാനിലെത്താം. ശരം തു ജീവം പരമേവ ലക്ഷ്യം. അപ്പൊ എന്ത് വേണം? നമ്മുടെ ബുദ്ധി സാരഥി ശരിയാവണം. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണ് കൊണ്ട് വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് ജീവാത്മാവാകുന്ന അസ്ത്രം പരമാത്മാവിൽ ചെന്ന് തറച്ച് മോക്ഷം പ്രാപിക്കണം. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ. അതിൽ നാലാമത്തെ പുരുഷാർത്ഥം, ഒരു പുരുഷാർത്ഥം, 4ാമത്തെ പുരുഷാർത്ഥമായ മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ജീവാത്മാ പരമാത്മാ ഐക്യം. ശരം തു ജീവം പരമേവ ലക്ഷ്യം. ഇതാണ് മുക്തി, മോക്ഷം,
കൈവല്യം, ആനന്ദം. അപ്പൊ അതിനെന്താ വേണ്ടത്? നമ്മുടെ ബുദ്ധി ശരിക്ക് വർക്ക് ചെയ്യണം. പഞ്ചേന്ദ്രിയങ്ങളെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കുക. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണുകൊണ്ട് ബുദ്ധിയാകുന്ന സാരഥി വേണ്ട രീതിയിൽ നയിക്കണം. സാരഥിക്ക് വഴിതെറ്റിയാലോ, ഡ്രൈവർക്ക് വഴിതെറ്റിയാലോ ലക്ഷ്യത്തിൽ എത്തില്ല. ഇദ്ദേഹം ഇന്ന് കോയമ്പത്തൂര് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ കയറി സിദ്ധാപുത്തൂര് സുവർണക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിക്കാൻ പറയുമ്പോ ഓട്ടോറിക്ഷക്കാരൻ 3 കറക്കം കറങ്ങി അദ്ദേഹത്തിന്. എവിടെയാ സ്ഥലം, അമ്പലം ഏതാന്ന് അറിഞ്ഞുകൂടാ. നേരാണോ നുണയാണോ ഓട്ടോറിക്ഷക്കാരൻ്റെ അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സാരഥിക്ക് അയ്യപ്പക്ഷേത്രം, അയ്യപ്പൻ കോവിൽ എവിടെയാന്ന് അറിഞ്ഞുകൂടാ. സാരഥിക്ക് വഴിയറിഞ്ഞില്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്തുമോ നമ്മൾ എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ എന്ത് വേണം? നമ്മുടെ ബുദ്ധി നേരെയാവണം, സാരഥി നേരെയാവണം. ആ ബുദ്ധി നേരെയാവാൻ എന്താ മാർഗം? ഇപ്പൊ വായിക്കുന്നൊക്കെ അധ്യായത്തിൽ പറഞ്ഞു, ഏതസ്മാതപരം കിഞ്ചിൽ മനഃശുദ്ധൈ ന വിദ്യതേ. വേറെ ഒരു മാർഗം കൊണ്ടും നമ്മുടെ ബുദ്ധി നേരെയാവില്ല, മനസ്സ് ശുദ്ധമാവില്ല. ഒരേ ഒരു മാർഗമുള്ളൂ. എന്താ മാർഗം? റേഡിയോയുടെ പരസ്യം പോലെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. എന്ത്? ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുക. പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരൂപം. നിരന്തരമായിട്ട് ഭഗവാന്റെ കഥകള് ചെവികളിലൂടെ കേൾക്കുമ്പോ സകല മനോമാലിന്യങ്ങളും അകന്നുപോകും. സകല മനോമാലിന്യങ്ങളും അകന്നുപോകും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഇതേവരെ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം തെറ്റായിരുന്നല്ലോ എന്നത്. അതുകൊണ്ട് 2-3 പേരും സപ്താഹത്തിന് ഇവിടെ വന്നപ്പോ മഹാബലി ചരിത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ സംഘാടകർ എന്നോട് ചോദിച്ചു, പത്രപ്രവർത്തകർ വന്ന് ചോദിച്ചു, മാവേലിയെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിന്നാണല്ലോ കഥകൾ കേട്ടിരിക്കുന്നത്, തമ്പുരാൻ അങ്ങനെയല്ലല്ലോ ഇവിടെ പറഞ്ഞത്. ആ കഥയെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ PDF ആയിട്ട് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു. ഒരു മാഗസീനിൽ ഇവിടെ പബ്ലിഷ് ചെയ്യാൻ, ന്യൂസ് പേപ്പറുകാർക്ക് വേണ്ടിയിട്ടാണെന്ന്. ന്യൂസ് പേപ്പറുകാരുടെയും നമ്മൾ മണ്ടന്മാരായിട്ടുള്ള മലയാളികളുടെയും ധാരണ മുഴുവൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാ. ഏത് പുരാണത്തിലാ പറഞ്ഞേക്കണേ? ഏത് ശാസ്ത്രത്തിലാ പറഞ്ഞേക്കണേ? അത് മാത്രം ചോദിക്കണേ. ഇങ്ങനെയാ ഞങ്ങൾ കേട്ടേക്കണേ. അബദ്ധമായുള്ള ഈ ധാരണ, മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന പമ്പര വിഡ്ഢിത്തരം, ദ ഗ്രേറ്റസ്റ്റ് ഫൂളറി ഇൻ ദ വേൾഡ്, ഏറ്റവും വലിയ വിഡ്ഢിത്തരം ഇന്ന് മലയാളികള് കരങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്, മണ്ടത്തരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രവിഷ്ട കർമ്മരന്ധ്രേണ ഇതേപോലത്തെ സത്സംഗത്തിൽ വന്നെടുത്ത് ഭഗവാന്റെ കഥകൾ കേൾക്കണം. അങ്ങനെ ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുമ്പോഴാണ് ഭഗവാൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തല്ല ഉണ്ടായത്. അനുഗ്രഹവർഷം മഴ പെയ്യുന്നത് പോലെ തന്റെ ഭക്തനെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം. അവരെന്താ വേണ്ടത്? മര്യാദയ്ക്ക് ചെവി വേണം. അതായത് നവവിധ ഭക്തികളില് ഒന്നാമത്തേത് പ്രഹ്ലാദൻ എന്താ പറയുന്നത്? ശ്രവണം. ശ്രവണം സർവധർമ്മേഭ്യോ വരം. അപ്പൊ ഭാഗവതം നിരന്തരമായിട്ട് കേൾക്കുമ്പോഴാണ് ഭഗവാന്റെ മാഹാത്മ്യത്തിനെ കുറിച്ച് മനസ്സിലായിട്ട് മനസ്സ് ശുദ്ധമാവും. അതിനെന്താ വേണ്ടത്? ഭാഗവതം കേൾക്കാനായിട്ട് 2 യോഗ്യതകൾ വേണം. ആ യോഗ്യതകൾ പറയാനാണ് 6 അധ്യായങ്ങൾ വർണ്ണിച്ചത്. കഥകളൊക്കെ കൊല്ലങ്ങളായിട്ട് കേൾക്കണതല്ലേ, അതുകൊണ്ടാണ് ഞാൻ കഥകൾ പറയാത്ത. ഭാഗവതമാകുമ്പോൾ ദുർഗക്കാരുടെ കഥയും ഭക്തിദേവിയുടെ കഥയും 2 കഴിവന്മാരുടെ കഥയൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് 3ാമത്തെ പ്രാവശ്യം പറയണേ. അതുകൊണ്ടാണ് കഥ പറയാത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഭഗവാന്റെ കഥകളാകുന്ന ഭാഗവതം കേൾക്കാൻ 2 ക്വാളിറ്റീസ് മതി. 2 യോഗ്യതകൾ. എന്താ 2 യോഗ്യതകൾ? ഒന്നാമത്തേത് ഭക്തി. ആ ഭക്തി ഉണ്ടാവണം. എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള ആസക്തി. ഭക്തി, ഭഗവാനോടുള്ള ആസക്തിയാണ് ഭക്തി എന്ന് പറയുക. നമ്മുടെ മനസ്സ് ഈ ഗ്രഹണി പിടിച്ച പിള്ളേരുടെ പോലെ എന്തെങ്കിലും എപ്പോഴും നിന്നോണ്ടിരിക്കണം. നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഒന്നും ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുക. പശുവിനെ ചവറ്റുന്നുണ്ടല്ലേ, ഇതുപോലെ നമ്മുടെ മനസ്സ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ഭക്തി ഉണ്ടാവണം.
നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫെവിക്കോൾ അതാണ്. ഇനി മറ്റന്നാൾ കപിലവാസുദേവന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും, നമ്മളെല്ലാം ഫെവിക്കോളും കൊണ്ടാണ് നടക്കുന്നത്. ഫെവിക്കോളോ ഫെവിക്കോ അതിനേക്കാൾ ഉഗ്രൻ അഡ്ഹസീവാണ് എന്താ നമ്മുടെ മനസ്സ്. തൊട്ടാൽ പൊട്ടും. കണ്ടത് എനിക്ക് വേണം, കേട്ടത് എനിക്ക് വേണം, കൈകൊണ്ട് തൊട്ടത് എനിക്ക് വേണം എന്നാണ്. അപ്പൊ ഏറ്റവും വലിയ പശയത നമ്മുടെ മനസ്സ്. അപ്പൊ നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും പോയി ഒട്ടിപ്പിടിക്കണം. നമ്മൾ വീട്ടിൽ സ്റ്റിക്കർ ഒട്ടിക്കാറില്ല, അയ്യപ്പസ്വാമി ഈ ഗൃഹത്തിന്റെ ഐശ്വര്യം എന്നതുപോലെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് അയ്യപ്പസ്വാമിയുടെ പാദത്തിൽ ഒട്ടിച്ചാൽ മതി. നമ്മുടെ വീടിന് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോ നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ചെന്ന് ഒട്ടിപ്പിടിക്കാൻ നിർബന്ധമാണെങ്കിൽ അയ്യപ്പസ്വാമിയുടെ പാദങ്ങളിൽ ഒട്ടിപ്പിടിപ്പിക്കൂ, പ്രശ്നം തീർന്നില്ലേ? അതാണ് ഭക്തി എന്ന് പറയുക. ഭഗവാനിലുള്ള ആസക്തി ഭക്തി. ആ രണ്ട് വാക്കുകളുടെ ആദ്യത്തെയും അവസാനത്തെയും വാക്കുകൾ എടുത്താൽ മതി. ഭഗവാനിലുള്ള ഭാന തുടക്കം, ആസക്തി ഇക്തി എന്ന അവസാനം, രണ്ടും കൂടി ചേർത്താൽ ഭക്തി. ഭഗവാനിലുള്ള ആസക്തി ഭക്തി. ഭഗവാനിൽ ആസക്തി വരുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ഒന്നിനെ പേടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം പറയുന്ന വാക്കെന്താ? അയ്യോ എന്നാ നമ്മൾ പറയാ. എന്താ കാരണം? ഇതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ പോവുമോ എന്ന്, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുവോ എന്ന്, അല്ലെ? ഈ ശരീരം പോലും നമ്മുടെ സ്വന്തമല്ല, അതൊക്കെ പിന്നീട് കാണാം. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഭാര്യ, ഭർത്താവ്, സന്താനം, സമ്പത്ത്, ഗൃഹം, വസ്ത്രം, വാഹനം, ആഭരണം, ഇതൊക്കെ നമ്മുടെ എന്റെ 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 എന്ന് പറഞ്ഞില്ലേ നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മള് എന്റെ എന്നുള്ള പ്രതീക്ഷയിലാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അയ്യപ്പസ്വാമിയുടെ ഒപ്പിച്ചെന്ന് പറയും എന്റെ അയ്യപ്പസ്വാമി എന്നാ പറയും. നമ്മൾ അയ്യപ്പസ്വാമിയെ പാട്ടത്തിനെടുത്തു. ഇത്ര സെൽഫിഷ് ആവാൻ പാടുണ്ടോ നമ്മള്? അപ്പൊ നമ്മളെന്താ അയ്യോ എന്ന് പറയണേ? പേടിച്ചിട്ട്. എന്നാ അയ്യോ എന്നുള്ളത് അയ്യാന്നാക്കിയാൽ മതി. അത് പറയില്ല, നമ്മുടെ വായിന്ന് വരില്ല. അല്ലെങ്കിൽ ഒരു അക്ഷരങ്ങൾ കൂടിയിട്ട് അയ്യപ്പ എന്ന് പറഞ്ഞാൽ മതി, അത് വരില്ല, അയ്യോന്നേ പറയുള്ളൂ. അപ്പോ ഇതെന്താ, ഇതൊക്കെ നഷ്ടപ്പെടുവോ എന്നാണ്. അപ്പോൾ ആ ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഏത് സമയത്തും വിളിക്കാനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെ മനസ്സ് ഭഗവാനില് സമർപ്പിക്കാറാവണം. അതാണ് ഭക്തി. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ തൃപ്പാദത്തില് എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല. അയ്യപ്പസ്വാമിയാണ് പേട്രൺ. എല്ലാം എല്ലാം അയ്യപ്പൻ, എല്ലാത്തിനൊരുളയ്യപ്പൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണേ? എല്ലാം അദ്ദേഹം നോക്കിക്കോളും. അദ്ദേഹത്തിലേക്ക് കായേനവാന മനസേന്ദ്രിയർവ സർവവും ആ കലിയുഗവരന്റെ പാദങ്ങളിൽ സമർപ്പിച്ചാൽ പിന്നെ നമുക്ക് പേടിയുണ്ടോ? ഒരു പേടിക്കാനുമില്ല. സകല ഭയങ്ങളും ഇല്ലാണ്ടാവും. സകലതും അയ്യപ്പസ്വാമിയിൽ സമർപ്പിച്ചാൽ ഭയം ഉണ്ടാവില്ല. ഭയത്തിൽ നിന്ന് മുക്തി ഉണ്ടാവും. ആ രണ്ട് വാക്കുകൾ നോക്കൂ. ഭയത്തിൽ നിന്ന് മുക്തി. ആദ്യത്തെ അവസാനത്തെ അക്ഷരം എടുത്താൽ മതി. ഭയത്തിൽ നിന്ന് തുടക്കം, മുക്തി ഇക്തി എന്ന അവസാനം. ഭയത്തിൽ നിന്നുള്ള മുക്തി ഭക്തി. അപ്പൊ ഭയത്തിൽ നിന്ന് മുക്തി വരുന്ന എപ്പോഴാ? ഭഗവാനിൽ ആസക്തി വരുമ്പോ. രണ്ടും ഭക്തി തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ ആ ഭക്തിയാണ് ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടത്. ഭാഗവതം ശ്രമിക്കാൻ എന്ത് വേണം? ഭക്തി ഉണ്ടാവണം. എല്ലാം ഭഗവാനാണ് എന്ന് ഓർപ്പിക്കണം. എല്ലാം എല്ലാം അയ്യപ്പൻ, എല്ലാത്തിനൊരുളയ്യപ്പൻ. അത് മുനീശ്വരന്മാര് സംസ്കൃതത്തിൽ പറഞ്ഞതാണ്. സർവം ഖൽവിദം ബ്രഹ്മ. ഇതൊക്കെ ഈശ്വരനാണ്, എല്ലാം ഈശ്വരനാണ്. സംസ്കൃതത്തിൽ പറഞ്ഞിരുന്നു വരും. അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതം ഉപാസിക്കാൻ നമുക്ക് വേണ്ട യോഗ്യതയാണ്, ഭക്തിന്ന് കാണിക്കാനാണ്. ഒരു യുവതിയുടെ മടിയില് രണ്ട് കിഴവന്മാര് കിടന്നു. നാരദ മഹർഷി വന്ന് ഉറട്ടാൻ നോക്കി, പറ്റിയില്ല. ഉലകം ഭാഗവതം കേൾപ്പിച്ചപ്പോ ശ്രീകൃഷ്ണനോ ഹരേ ഒരാരേ രണ്ട് മിടുമിടുക്കന്മാരുടെ തുള്ളിച്ചാടി എന്ന കഥ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും ഭക്തി ഉണ്ടല്ലേ? അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ വന്നിട്ട് ശരണം വിളിക്കും, ശയന പ്രദക്ഷിണം നടത്തും, പുഷ്പാഞ്ജലിയോ നിറപറയോ ഒരുപാട് 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 കർമ്മങ്ങൾ നമ്മൾ ചെയ്യും. ഭക്തി നമ്മുടെ മനസ്സില്. ഭക്തി ദേവി സുന്ദരിയ, ചെറുപ്പക്കാരിയ. മക്കളോ ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന് പറഞ്ഞ മക്കള്. നമുക്ക് ജ്ഞാനം വന്നിട്ടുണ്ടോ?
ഓ, എന്ത് ജ്ഞാനം? ആത്മജ്ഞാനം. ഈശ്വരൻ എന്താണെന്നുള്ള അറിവ് നമുക്ക് വന്നിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത്ര കാലമായില്ലേ ഭാഗവതം കേൾക്കണു, അയ്യപ്പസ്വാമിയുടെ കോവിലിൽ വന്നിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ജ്ഞാനം വന്നോ? ആധ്യാത്മിക ജ്ഞാനം വന്നോ? സർവം ഖൽവിദം ബ്രഹ്മ, ഇതെല്ലാം ഈശ്വരനാണ്, ഇതെല്ലാം ഈശ്വരനാണ്, ഇതെല്ലാം ഈശ്വരനാണ് എന്ന അറിവ് നമുക്ക് വന്നോ കലിയുഗ മനുഷ്യന്? ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളില് ജ്ഞാനം എന്ന ഉണ്ണി വൃദ്ധനായിട്ട് മാറിയത്. നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം ചെറുപ്പക്കാരനല്ല, വാടി തളർന്ന് കിടക്കുക. നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം കിഴവനായിട്ട് കിടക്കുക. നമ്മൾ ആരും മനസ്സിലാക്കിയില്ല. വേദങ്ങൾ എന്താ നമ്മളെ വിളിച്ചത്? അമൃതസ്യ പുത്ര എന്നാണ്. ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, 18-ാം പടി കയറി ചെന്നാൽ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് വലിയ അക്ഷരത്തില്, തത്വമസി. തത്വം അസി, അത് നീ തന്നെയാണ്, അത് നീ തന്നെയാണ്, അത് നീ തന്നെയാണ്, അത് നീ തന്നെയാണ്. നീ ഈശ്വരനാണ്, 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 ഈശ്വരനാണ്. ഇത്ര കൊല്ലം ശബരിമലയ്ക്ക് പോയിട്ടും മുമ്പിൽ എഴുതി വെച്ചിട്ടും നമുക്ക് ബോധ്യമായോ നമ്മൾ ഈശ്വരന്മാരാണ്? ഓ, അതാണ് നമ്മുടെ കുഴപ്പം. നമ്മുടെ മടിയിൽ കിടക്കുന്ന, നമ്മുടെ മനസ്സാകുന്ന മടിയിൽ കിടക്കുന്ന ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം, ഈശ്വരജ്ഞാനം കേഴവന്മാരായിട്ട് കിടക്കുക, ഊർജ്ജസ്വരതയില്ലാതെ കിടക്കുക. അതാണ് ജ്ഞാനം ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞത്. പിന്നെയോ, പിന്നത്തെ പുണ്യേതാ? വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാല് വിഗതമായ രാഗം, ഡിറ്റാച്ച്മെന്റ്, ഒട്ടലില്ലായ്മ. നമുക്ക് ഒട്ടലും മാറിയിട്ടുണ്ടോ? എന്ത് പറയുമ്പോഴും എന്റെ എന്റെ എന്റെ. ഈ എന്റെ എന്ന് പറഞ്ഞാൽ ഒട്ടലുണ്ട് എന്നർത്ഥം. ഈ എന്റെ എന്നുള്ളതാണ് വിടണം. നമുക്ക് ആർക്കെങ്കിലും വിട്ടിട്ടുണ്ടോ? അത് വിട്ടിട്ടില്ല. ആ എന്റെ എന്നുള്ള ഞാനെന്നും എന്റേതെന്നുമുള്ള ഭാവം ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് വൈരാഗ്യം, വിഗതമായ രാഗം. ഇംഗ്ലീഷിലെ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും. ശ്രീരാമകൃഷ്ണ പരമഹംസ ദേവനൊക്കെ പറയാ, കൊട്ടത്തേങ്ങ പോലെ, കൊപ്ര പോലെ ആവണമെന്നാണ്. ചിരട്ടയുടെ ഉള്ളിലാണെങ്കിലും ചിരട്ടയുമായിട്ട് ബന്ധമില്ല. സംസാരധർമ്മൈ അവിമുഹ്യമാന. ഈ സംസാരത്തിൽ ജീവിക്കുമെങ്കിലും അതിനോട് യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ ഭഗവാന്റെ ലീല. ഇങ്ങനെയൊക്കെ നടക്കും, ഒഴുക്കിൽപ്പെട്ട ഒതളങ്ങ പോലെ. അതിനു പകരം ഇന്നത്തെ മനുഷ്യരവിടെ നമ്മുടെ സ്ഥിതി എന്താ? ഗൗളി ഉത്തരം താങ്ങുന്നത് പോലെയാ. ഗൗളിയുടെ ധാരണ എന്താ? ഞാൻ പിടിവിട്ടാൽ ഈ ഉത്തരം താഴേക്ക് പോന്നു. ഇതുപോലെയല്ലേ നമ്മളെന്താ പറയാ? ഞാനില്ലെങ്കിൽ കാണായിരുന്നു, നമ്മളില്ലെങ്കിൽ എന്താ? ഇവിടെ ഒരു ചുറ്റും സംഭവിക്കില്ല, ഒരു മാറ്റമില്ല. സൂര്യൻ കിഴക്കുതിക്ക് പടിഞ്ഞാറ് അസ്തമിക്കും, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമ്മുടെ ധാരണ നമ്മൾ പറഞ്ഞിട്ടാണ് സൂര്യൻ ഉദിക്കണേന്ന്. അപ്പോൾ ഞാനെന്നും എന്റേതെന്നുമുള്ള ഭാവം ഉപേക്ഷിക്കൽ, ആ മമതാ നിരാസം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയുന്നു. ആ ഡിറ്റാച്ച്മെന്റ്, അതാണ് വൈരാഗ്യം. നമുക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ആർക്കും വന്നിട്ടില്ല. ചില സപ്താഹവേദികളിൽ വരെ ലഹള ഉണ്ടാവാറുണ്ട്. അത് ആ കസേരയിൽ ഇരുന്നാൽ പറ്റില്ല, ഞാൻ ഇരുന്ന് സ്ഥിരം പിടിച്ച സീറ്റാണ് അല്ലെ? ഈ ലോകത്ത് തന്നെ നമുക്ക് പെർമനന്റ് സീറ്റില്ല. എന്നിട്ടാണ് സപ്താഹവേദിയിൽ കസേര, ആ കസേര ഞാൻ റിസർവ് ചെയ്തതാണ് അല്ലേ? ഈ ലോകത്ത് തന്നെ നമുക്ക് റിസർവേഷൻ ഇല്ല. നമുക്ക് ഇറങ്ങിയ സ്റ്റേഷൻ ആവുമ്പോൾ നമുക്ക് ഇറങ്ങി പോകണം. എന്നിട്ടാണ് പക്ഷേ സപ്താഹയജ്ഞത്തിൽ ആ കസേരയിൽ ഇരുന്നാൻ പറ്റില്ല കേട്ടോ, ആ തൂണുമേ ചാരിക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ കണ്ട സ്ഥലമാണ്. ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പൊ നമുക്ക് വൈരാഗ്യം വന്നിട്ടുണ്ടോ? സപ്താഹയജ്ഞം കേൾക്കാനാ വന്നേക്കണേ, അവിടെ വന്നിട്ടും ഇത് കണ്ടിട്ട് നേരിട്ട്, അതാ പറയാൻ കാര്യം. ഇത് നുണയൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഞാനെന്നും എന്റേതെന്നുമുള്ള ആ ചിന്താഗതി ഇല്ലാത്ത അവസ്ഥ, അതാണ് വൈരാഗ്യം. അപ്പൊ ഭക്തിദേവിയുടെ മടിയില് ജ്ഞാനവൈരാഗ്യങ്ങൾ കിഴവന്മാരായിട്ട് കിടന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? നമുക്കെല്ലാവർക്കും ഭക്തിയുണ്ട്, പക്ഷെ ജ്ഞാനവൈരാഗ്യങ്ങൾ നമുക്ക് വർദ്ധിച്ചിട്ടില്ല, ചെറുപ്പമായിട്ടില്ല. നമ്മുടെ മനസ്സിനകത്തുള്ള ജ്ഞാനവൈരാഗ്യങ്ങൾ ഓജസ്സും തേജസ്സും കഴിവും മിഴിവുമുള്ള ചുണക്കുട്ടന്മാരാവാൻ എന്താ മാർഗം? വിപദ ഭാഗവതം രസമാലയം മുഹുരഹോ 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 മുഹുരഹോ, എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. എത്ര പ്രാവശ്യം കേൾക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം കേൾക്കാം.
എത്ര പ്രാവശ്യം കേൾക്കാനാണോ നമ്മുടെ മനസ്സാകുന്ന ഓട്ടുപാത്രം സ്വർണം പോലെ തിളങ്ങുന്നത് അതുവരെ. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ക്ലാവ് പിടിച്ച ഓട്ടുപാത്രം പോലെയാണ്. വെള്ളം ഒഴിച്ച് കഴുകിയാൽ ക്ലീൻ ആവില്ല, പുളിയിട്ട് തേച്ചാൽ ക്ലീൻ ആയെന്ന് വരില്ല, ചാരമിട്ട് തേച്ചാൽ ക്ലീൻ ആയെന്ന് വരില്ല, മണ്ണിട്ട് തേച്ചാൽ ക്ലീൻ ആയിട്ട് വരില്ല, കെമിക്കൽസ് വെച്ച് കഴുകിയാൽ ക്ലീൻ ആയിട്ട് വരില്ല. എത്ര പ്രാവശ്യം എന്തെല്ലാം ചെയ്ത് തേച്ചൊറിച്ച് കഴുകിയാലാണോ ആ ഓട്ടുപാത്രം സ്വർണം പോലെ തിളങ്ങുന്നത്, ഇതുപോലെ എത്ര പ്രാവശ്യം കേട്ടാലാണോ നമ്മുടെ മനസ്സാകുന്ന ഓട്ടുപാത്രം ശുദ്ധമാകുന്നത് അതുവരെ കേൾക്കുക. അതുകൊണ്ടാണ് വേദവ്യാസ മഹർഷി പറഞ്ഞേ മുഹുരഹോ മുഹുരഹോ, ഇനിയും കേൾക്കൂ ഇനിയും കേൾക്കൂ ഇനിയും കേൾക്കൂ എന്ന്. ഒരു കാര്യം കൂടെ പറഞ്ഞത് നമുക്ക് നിർത്താം. ലോകത്തില് ഒറ്റ പ്രാവശ്യം ഭാഗവതം കേട്ട 2 പേര്, ഒറ്റ പ്രാവശ്യം കേട്ടുള്ളൂ. ഒന്ന് പരീക്ഷിത്ത് എന്ന രാജർഷി, ഗംഗാതീരത്തിന് നാളെ കാണാൻ നമുക്ക് പ്രായോപവേശം ചെയ്യുന്നത്. ഒറ്റ പ്രാവശ്യം കേട്ടപ്പോഴേക്കും വിഷ്ണുരാധൻ എന്ന പരീക്ഷിത്ത് വിഷ്ണുപദത്തിലെത്തി. രണ്ടാമത്തെ ആളാരാ? ദ മോസ്റ്റ് നൊട്ടോറിയസ് ക്രിമിനൽ, ധന്ധുകാരി, ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടി. അയാളും ഒരു പ്രാവശ്യം കേൾക്കുള്ളൂ. നമ്മൾ എത്ര പ്രാവശ്യമായി ഭാഗവതം കേൾക്കുന്നു? നാരായണീയം കഴിഞ്ഞു, ഭാഗവതം കഴിഞ്ഞു, ഇനി രാമായണം, അതിനെ ദേവഭാഗവതം. കർക്കിടക മാസം ഫുൾ, എല്ലാ കർക്കിടക മാസവും ഫുൾ, ഒരു മാസം ഇരുന്ന് കേൾക്കുക. എന്നിട്ട് എന്താ നമുക്ക് മോക്ഷം കിട്ടാതെ? നമ്മൾ ചിന്തിച്ചോ? നമ്മൾ ചോദിക്കുക സ്വയം, എന്തുകൊണ്ട് നമുക്ക് മോക്ഷം കിട്ടണില്ല? നമ്മളിവിടെ ഏത് റോഡിൽ കൂടെ വന്നാലും ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. പക്ഷേ ഭഗവാന്റെ കഥകൾ കേൾക്കുക മാത്രം ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ല. വലത്തെ ചെവി കൂടെ കേട്ട് ഒരു ബ്ലോക്കും കൂടാണ്ട് ഇടത്തെ ചെവി കൂടെ പുറത്തേക്കും. മനസ്സിലിരുന്നാലല്ലേ അല്ലേ? സാധാരണ ടീച്ചർമാര് ക്ലാസ്സിൽ ചോദിക്കുക എന്താ? കേട്ടോന്നല്ല നല്ല ടീച്ചർമാർ ചോദിക്കുക, മനസ്സിലായോ എന്ന്. മനസ്സിലായി, അണ്ടർസ്റ്റുഡ് എന്നാണ് ചോദിക്കുക. ഡിഡ് യു ഹിയർ എന്നല്ല ചോദിക്കുക, മനസ്സിലായോ എന്നാ. മനസ്സിൽ ആയാൽ സത്യം, ഭക്തി തന്നെത്താനെ വരും. അപ്പൊ ഭഗവാന്റെ കഥകൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റണം. അതിനാണ് ധുന്ധുകാരി കേട്ടതുപോലെ. ധുന്ധുകാരി 7 കവർച്ചങ്ങളുള്ള ഒരു മുളയുടെ ഉള്ളിൽ കയറി ഇരുന്നു ഭാഗവതം കേൾക്കാൻ. ലോകങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴേ ഏതാ 7 കവർച്ചങ്ങളുള്ള മുള? ഇത് തന്നെ. മനുഷ്യ ശരീരം ത്വം മാംസ രുതിര സ്നായു മേധോ മറ്റ അസ്ഥി സംഭവവും, സപ്തധാതു നിർമ്മിതമായിരിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് നമ്മളാകുന്ന ധുന്ധുകാരികൾ നിരന്തരം ഭാഗവതം കേൾക്കണം. കേട്ടുകഴിഞ്ഞാലോ ഓരോ ദിവസവും ഓരോ കവർച്ചം പൊട്ടും. 7-ാം ദിവസം ഉച്ചയാവുമ്പോ 7 കവർച്ചങ്ങളും പൊട്ടിയിട്ട് തുളസീദാമ പണ്ഡിത, ഭഗവാന്റെ അതേ രൂപമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഈ ഭാഗവത സപ്താഹം കഴിയുമ്പോൾ അടുത്ത ചൊവ്വാഴ്ച 7-ാം ദിവസം ഉച്ചയ്ക്ക് സമർപ്പണ സമയത്ത് അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്നത് നമുക്ക് അനുഭവമാവണം. ഇതിനു വേണ്ടിയിട്ടാ ഭാഗവതം കേൾക്കണം എന്ന് പറഞ്ഞേ. ആ ധുന്ധുകാരി കേട്ടതുപോലെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കണം. സ്ഥിരാസനേനകൾ പാനം, സ്ഥിരമായ ആസനത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളെ കേന്ദ്രീകരിച്ച് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോ 7-ാമത്തെ ദിവസം ഞാനും ഭഗവാനും ഒന്ന് തന്നെ. തത്വം അസി, അത് നീ തന്നെ, അത് നീ തന്നെ. നമ്മൾ തന്നെയാണ് ഈശ്വരന്മാര്, നമ്മൾ തന്നെയാണ് ഈശ്വരന്മാര്. ശ്രീകോവിലിരിക്കുന്ന അയ്യപ്പസ്വാമി തന്നെയാണ് എന്റെ മനസ്സാകുന്ന ശ്രീകോവിലിലും ഇരിക്കുന്ന ക്ഷേത്രജ്ഞൻ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. ശരീരമാകുന്ന ക്ഷേത്രത്തിന്റെ ഉള്ളിലിരുന്ന് എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുകയും അറിയുകയും ചെയ്യുന്ന സാക്ഷിയാണ് ഞാൻ. അപ്പൊ 7-ാം ദിവസം ഉച്ചയ്ക്ക് സമർപ്പണ നേരത്ത് ഇത് ബോധ്യമാവണം. നമ്മൾ തന്നെയാണ് അയ്യപ്പൻ, നമ്മൾ തന്നെയാണ് ക്ഷേത്രജ്ഞൻ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 12 സ്കന്ധങ്ങളിൽ 335 അധ്യായങ്ങളില് 18,000 ഗ്രന്ഥങ്ങളിൽ വേദവ്യാസ മഹർഷി പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ കഥകൾ നിരന്തരമായിട്ട് കേൾക്കുക. ഭക്തി എന്നും ശ്രദ്ധ എന്നും പറയുന്ന 2 യോഗ്യതകൾ മാത്രമാണ് ഭാഗവതം കേൾക്കാൻ വേണ്ടത്. നാളെ പ്രഭാതത്തില് 6:30 സഹസ്രനാമത്തോടുകൂടി നമുക്ക് പ്രാരംഭിക്കാം. അങ്ങനെ പ്രാരംഭിക്കുമ്പോൾ 7 ദിവസം കൊണ്ട് നമുക്ക് ആവുന്നത് പോലെ പാരായണ പ്രഭാഷണങ്ങൾ, ആസ്വാദനങ്ങൾ നടത്തി ഭഗവാന്റെ കഥകൾ നിരന്തരമായി കേട്ട്
ഈ പറഞ്ഞതുപോലെ 7ാമത്തെ ദിവസം ആ ഭഗവാനോട് ഐകമത്യം പ്രാപിക്കാൻ, ആനന്ദ സ്വരൂപികളായിട്ട് മാറാൻ, സച്ചിദാനന്ദ സ്വരൂപികളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതിന് ശ്രീമദ് മഹാഭാഗവതം പാടാനായിട്ട്, പറയുവാനായിട്ട് കലിയുഗവരനായ ധർമ്മശാസ്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവത മഹാത്മ്യം ആ കലിയുഗവരതന്റെ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കും.